ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഈസി ആയിട്ട് നമുക്ക് കുക്കറിൽ ബീഫ് കറി വെക്കുന്നതാണ്. നെയ്ച്ചോറിനൊക്കെ പറ്റിയ കറിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു വലിയ സവാള നീളത്തിൽ നൈസായിട്ട് അരിഞ്ഞതാണ്. അതൊന്ന് നല്ലോണം വാടി വരാനായിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലോണം വാട്ടിയെടുക്കാം. ഇത് ഞാനിവിടെ ഒരു 3/4 കിലോ ഇറച്ചിയുടെ അളവാണ് പറയുന്നത്. ഇതിലേക്ക് സവാള നല്ലോണം വാടി വരുമ്പോൾ പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. അതെല്ലാം കൂടി 1 ടേബിൾ സ്പൂൺ ഉണ്ട്. അത് നല്ലോണം പച്ചമണമൊക്കെ മാറുന്ന വരെ വാടി വരട്ടെ. അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറി വരുമ്പോൾ അതിലേക്ക് തക്കാളിയും വേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ സമയം ഞാൻ വീഡിയോ ഓണാക്കാൻ മറന്നുപോയി. തക്കാളി നല്ലോണം ഉടഞ്ഞ് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായി 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഇറച്ചി മസാല ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഗരം മസാല ഇട്ടാലും മതി. ഇനി നമുക്കിത് തക്കാളി നല്ലോണം വാടി വരുമ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ തക്കാളി നല്ലോണം വാടി വന്നിട്ടുണ്ട്. ആ സമയം നമുക്കിതിലേക്ക് ചേർത്ത് ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ചൂട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നല്ലോണം ചൂടായ വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ച ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നല്ല ചൂട് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കണം. ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഈ സമയം നിങ്ങൾക്ക് ഉപ്പൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അതിൻ്റെ മുകളിൽ കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഞാനിവിടെ ഒരു 8 വിസിൽ വരുന്നവരെയാണ് വേവിക്കണം. ഓരോരുത്തരുടെ കുക്കറിൻ്റെ വിസിലനുസരിച്ച് നിങ്ങൾ വേവിച്ചെടുക്കുക. അപ്പോൾ ഇതാ എനിക്കിവിടെ ഒരു 8 വിസിൽ വന്നപ്പോഴും നോക്കിയപ്പോൾ വെള്ളമൊന്നും വറ്റിയിട്ടില്ല. അതുപോലെ ഇറച്ചി കുറച്ചും കൂടി വേവാനുണ്ട്. അപ്പോൾ നമുക്ക് എരിവ് കുറച്ച് കുറവായിട്ട് തോന്നിയപ്പോൾ ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് നമുക്കിതൊന്ന് ഒരു 3 വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ട് ഇറച്ചിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ആവശ്യത്തിന് ചാറൊക്കെ കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈസി കുക്കർ ബീഫ് കറി. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് കുക്കറിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ.